പിറവി സഫലം ഇനി മടക്കാം. അന്തരിച്ച സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി കരുണിന്റെ ഭൗതിക ശരീരം വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുവാനെത്തിയ ഷാജി കരുണിന്റെ സഹപ്രവർത്തകർ i2 ന്യൂസ് പ്രേക്ഷകർക്കായി അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഷാജി കരുണിന്റെ AKG എന്ന സിനിമയിൽ AKG ആയി അഭിനയിച്ച നടൻ P. ശ്രീകുമാർ. ഷാജി ഞാനുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് KSFDC തുടങ്ങുന്നതിലൂടെ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നത്. അതുവരെ അറിയാം, ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് അറിയാം. പക്ഷേ ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഒന്നിച്ച് ചേരുന്നത്, ഒരു ആത്മബന്ധം പോലെ രൂപാന്തരപ്പെട്ട് വരുന്നത് ഒക്കെ KSFDCയുടെ ആവിർഭാവ കാലത്താണ്. ആ സമയത്ത് തന്നെയാണ് അക്കാഡമി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ചെയർമാൻ ഷാജിയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഷാജിയുടെ കൂടെ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട് അക്കാഡമിയിൽ. പിന്നെ എല്ലാ കാര്യത്തിലും വളരെ കാര്യമായിട്ട് ഒരു നല്ല സുഹൃത്തെന്നുള്ള നിലയിൽ ഞങ്ങൾ സഹകരിച്ചു പോവുകയായിരുന്നു. ആ സഹകരിച്ചു പോകുന്ന അവസരത്തിലാണ് ഇത് ബന്ധം കൂടുതൽ ദൃഢമാകുന്നത്. AKG സിനിമ എടുക്കാനായിട്ട് അവിചാരിതമായിട്ട് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചെടുത്തുകൊണ്ട് പോയിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങളാണ് AKG. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ അവിടുന്ന് തുടങ്ങുകയാണ് ഞങ്ങളുടെ ഒരു ഒന്നിച്ചുള്ള സഞ്ചാരം തന്നെ. ആ AKG ഷൂട്ട് ചെയ്യാനാകുമ്പോഴത്തേക്ക് ഉള്ള കാര്യം എന്ന് വെച്ചാൽ സാധാരണ പോലെ അല്ല. ഒരുപാട് അനുഭവങ്ങൾ, പ്രത്യേകിച്ചൊരു ബുക്ക് തന്നെ എഴുതാനുള്ള അനുഭവം എനിക്ക് AKG സിനിമയിലുണ്ടായിട്ടുണ്ട്. അപ്പം അതിനകത്ത് സവർണരും അവർണരുമായിട്ടുള്ള ജാഥ നയിച്ച് വരുമ്പോഴത്തേക്ക് എടുത്ത് എല്ലാവരും കൂടെ സവർണരെടുത്തെല്ലാവരും കൂടെ ഞങ്ങളെ അടിക്കുന്ന ഒരു രംഗമൊക്കെ ഒറിജിനൽ അടിയാണ് നടന്നത്. പാർട്ടിക്കാരായിരുന്നു, അവർക്ക് ഈ സ്റ്റണ്ട് ലൈനൊന്നും അറിയില്ല. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊന്നും അവർ കേട്ടില്ല. അവരങ്ങ് അടിച്ചതിൻ്റെ ഇവിടെയൊക്കെ നീലിച്ചിട്ട് തിരിഞ്ഞു പോയി. പക്ഷേ ഞാൻ അതിൻ്റെ വൈരാഗ്യത്തിൽ ഒരാളിനെ നോട്ടം ചെയ്ത് അയാളെ അടിച്ച് തറയിലിട്ട് കൊല്ലാൻ പരിപാടി ഇട്ടാണ്. അപ്പോഴത്തേക്ക് ഷാജി കട്ട് ചെയ്ത് രക്ഷപ്പെടുത്തി. പിന്നെ ഷാജി തന്നെയാണ് എനിക്ക് ആൾ വിട്ട് ഇതെല്ലാം ശരിപ്പെടുത്തി തന്നത്, എണ്ണയൊക്കെ ഇട്ടതും കാര്യങ്ങളൊക്കെ ഇട്ടതും. ജയിലിലെ സീനുകളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈ കാലുകളൊക്കെ നീരടിച്ചിരിക്കുന്നതാണ് എൻ്റെ ഈ അടി കൊണ്ട്. അത്ര ആത്മാർത്ഥമായിട്ട് എടുത്തതാണ്. പക്ഷെ അതൊക്കെ അങ്ങനെ വരാൻ കാരണം അതിൻ്റെ സംവിധായകനോട്, അതിൽ സഹകരിക്കുന്നവരോടും ആ മീഡിയത്തിനോടുമുള്ള ഒരു സത്യസന്ധത, അതിനോടുള്ള ആത്മാർത്ഥതയൊക്കെയാണ് ഞങ്ങളെയും ആ വഴിക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത്. പിന്നെ ഒരു സംവിധായകനല്ല, ഒരു സുഹൃത്താണ്. ഇങ്ങനെ വന്ന് രഹസ്യമായിട്ട് നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ട് സ്വകാര്യം പറയും പോലെയാണ് ഷാജി ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. അങ്ങനെ സന്നിവേശിപ്പിച്ചാണ് ഓരോരോ സീനിൻ്റെ ഒക്കെ ചെയ്തു തരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർലമെൻറ്റിലൊക്കെ ഒന്നിച്ച് നടന്ന കാലമുണ്ട്. സെൻട്രൽ ഹാളിൽ ഞാൻ നിന്ന് പ്രസംഗിക്കുന്നതും പിന്നെ അവിടുത്തെ MP തന്നെ ഞങ്ങളെ അക്കമ്പനി നടന്നപ്പോൾ 10-20 MP അന്ന് ഞങ്ങളെ ഭയ്യ എന്ന് വിളിച്ചിട്ട് ഗലിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ആർക്കും കിട്ടാത്ത ഭാഗ്യം നെഹ്റുവിൻ്റെയൊക്കെ റൂമിനകത്തിരുന്ന് അത് അന്ന് പാർട്ടിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്വാധീനം ഒന്നുണ്ടായിരുന്നു കേന്ദ്രത്തിൽ. അതുകൊണ്ട് ആർക്കും കിട്ടാത്ത പല കാര്യങ്ങളും അവിടെ കിട്ടുകയുണ്ടായി. അങ്ങനെ നെഹ്റുവിൻ്റെ ബെഡ്റൂമിലിരുന്ന് അഭിനയിക്കാനും ഓഫീസ് റൂമിലിരുന്ന് ഇന്ദിരാഗാന്ധിയുമായിട്ട് അഭിനയിക്കാനും ഒക്കെ സാധിച്ചു. ഇതെല്ലാം ഉണ്ടാക്കി തന്നത് വാസ്തവത്തിൽ ഷാജിയാണ്. അതിനുശേഷം ഷാജിയുമായിട്ട് എല്ലാ പടത്തിലും ഞാനുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഇതിൽ മറ്റേ കുട്ടി സ്രാങ്കിൽ എനിക്ക് ഒന്നാന്തരം ഒരു റോളായിരുന്നു. അത് എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്നിൽ സന്നിവേശിപ്പിച്ചത് ഷാജി പറയുന്നത് ഞാനിപ്പോൾ എല്ലാ സർവീസിലും കോമഡിയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അത് വളരെ ഒരു എന്താ പറയണത്, ഒരു സട്ടൈലായിട്ടുള്ളൊരു ഒരു പൊളിറ്റിക്കൽ കോമഡിയാണ് ഇന്നത്തെ. അങ്ങനെയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞത്. അത് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ എനിക്ക് ഉപകാരപ്പെട്ടു ആ സീൻ ചെയ്യുന്നതിന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഒരു ഫ്രീഡം, നമുക്കൊരു ബന്ധനസ്ഥനായിട്ടല്ല. ഷാജിയുടെ കൂടെ ഇങ്ങനെ സുഹൃത്തുക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളിടയ്ക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നു, വന്ന് നമ്മുടെ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം തന്നെ എനിക്ക് ഏറ്റവും വലിയ നിരാശയുള്ളത്, ഞാനാണ് ഈ ഷാജിക്കുള്ള അസുഖം ആദ്യം വന്നത് എനിക്കാണ്.
ഞാൻ എൻ്റെ കിഡ്നിയിൽ ക്യാൻസർ ബാധിച്ച് അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് റിമൂവ് ചെയ്തു. അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വന്ന ആളാണ് ഷാജിയും വൈഫും. പക്ഷെ അന്ന് അദ്ദേഹത്തിന് അസുഖമില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു, അദ്ദേഹം പോവുകയും ചെയ്യും. അത് വളരെ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ലാസ്റ്റ് സമയത്തും ഞാൻ തന്നെയാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഇനിയൊരു പടം എടുക്കുകയാണെങ്കിൽ പത്മരാജൻ്റെ മഞ്ഞുകാലം നോറ്റ കുതിര എടുക്കണം നോവൽ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നോവലും കൊടുത്തു അദ്ദേഹം. അത് അദ്ദേഹം വായിച്ചിട്ട് എടുത്ത് എല്ലാ വർക്കുകളും ഒക്കെ ചെയ്ത് തീർത്തു വെച്ചു. അപ്പോൾ മരണത്തിന് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സംവിധാന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണവർ എന്നെ വിളിച്ച് പറയണം, ചേട്ടനതിലൊരു ഉഗ്രൻ റോളാണ് അദ്ദേഹം സെലക്ട് ചെയ്ത് വെച്ചത്. ചേട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ തയ്യാറാക്കാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെയായി. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും എന്നെ അങ്ങനെ ആ സുഹൃബന്ധത്തിലൂടെ എന്നെ കൺസിഡർ ചെയ്തിരുന്ന ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ചില്ലറയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ടും വളരെ അടുത്തു. അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ ഞാൻ എൻ്റെ ഒരു സ്വന്തം സഹോദരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ കയറി ചെല്ലുന്ന ആളാണ് ആ വീട്ടിൽ. അങ്ങനെ നല്ല അടുപ്പവും ഉണ്ടായി. പെട്ടെന്ന് അദ്ദേഹം ഈ നിലയിലേക്ക്, ഞാൻ വീട്ടിൽ നിന്ന് അധികം പുറത്ത് ഇറങ്ങാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ അവാർഡ് വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഒരാൾ കയറി വരണം അവാർഡ് വാങ്ങിക്കാൻ. അവിടെ വന്നപ്പോഴത്തേക്ക് അനൗൺസ് ചെയ്യുന്നു ഷാജിയൻ കരുൺ. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ആളെ മനസ്സിലായില്ല. അത്രയ്ക്ക് മാറ്റം. അങ്ങനെ മാറിയിട്ട് ഞാൻ ഞെട്ടി കുറേ നേരം ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫിനെ വിളിച്ച് സംസാരിച്ചു. ഇപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിശ്ചല ശരീരം കാണുമ്പോൾ എന്തോ 2 നിമിഷം ഞാനല്ലാതെ ആയിപ്പോയി. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. അങ്ങനെ എൻ്റെ സിനിമാ ചരിത്രത്തിൽ എന്നോട് ഒരുപാട് കാരുണ്യം കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഷാജിയുടെ വേർപാടിൽ ഇങ്ങനെ ദുഃഖിതനായിട്ടിരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളായി ഞാനും മാറിയിരിക്കുന്നു. പ്രമുഖ ക്യാമറാമാൻ അളകപ്പൻ. ഞാൻ ഷാജി സാറുടെ വർക്കുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 75 തൊട്ട് 78 വരെ നമുക്ക് പല മലയാള ഫിലിം വരുമ്പോൾ ഷാജി സാറുടെ വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് 78 ഞാൻ ആദ്യമായിട്ട് ഒരു അസിസ്റ്റൻ്റ് ആവണമെന്ന് ആഗ്രഹിച്ചപ്പം ഷാജി സാർ വീട്ടിൽ ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയത്തിൽ 78 ഞാൻ ചോദിക്കുമ്പോൾ പടങ്ങളില്ല. അപ്പോൾ സാർ തന്നെ പറഞ്ഞ് ഇപ്പം ഫിലിം ഒന്നുമില്ല, അപ്പോൾ അഴകപ്പൻ ഒന്ന് ചെന്നൈ പോയി വീണ്ടും ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ ചെന്നൈ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൂരദർശനിൽ ജോയിൻ ചെയ്തു. എപ്പം എല്ലാ കണക്ഷൻസ് ഉണ്ടായിരുന്നു. എവറി മന്ത് വൺസെങ്കിലും കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാജി സാറായിട്ട് കൂടുതൽ അടുപ്പം പറയുക. KSFDCയുടെ പല മീറ്റിംഗ് ഷാജി സാർ പേഴ്സണലായിട്ട് എന്നെ വിളിക്കാറുണ്ട്. അഴകപ്പൻ ഒരു മീറ്റിംഗ് ഉണ്ട്, അതെന്നെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ മീറ്റിംഗ് വരണമെന്ന് പറയും. ഞാൻ പങ്കെടുക്കും, അതിൽ സജഷൻ പറയും. അങ്ങനെ ഭയങ്കര ക്ലോസ് ബന്ധമായിരുന്നു. പിന്നെ നമ്മുടെ കേരളീയം ടൈമിലെ ഒരു ഡോക്ടർ ഫീച്ചർ ചെയ്യുകയായിരുന്നു ഗവൺമെൻറ് ഓഫ് കേരളക്ക് വേണ്ടി. അതിൽ എന്നെ ക്യാമറമാനാക്കി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അതല്ലാതെ ഷാജി സാറെ എവറി മന്ത് വൺസെങ്കിലും പുള്ളിയുടെ ഓഫീസിൽ പോയി കാണുകയോ അല്ലെങ്കിൽ സാർ ഇങ്ങോട്ട് വിളിക്കുകയോ ആ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഷാജി സാർ മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമക്ക് പോയത് ഭയങ്കര നഷ്ടം തന്നെ. അദ്ദേഹത്തിൻ്റെ ഓരോരോ വിഷ്വലും ഓരോരോ സിനിമാറ്റോഗ്രാഫർക്കും ഒരു ലെസണാണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ആ സംഭവം എല്ലാം പുള്ളിയുടെ ഒരു പടത്തിലുണ്ട്. ഒരു ചിട്ട ഉണ്ട്. പിന്നെ പുള്ളിയുടെ ബിഹേവിയർ പാറ്റേൺ എല്ലാവരുടെയും സ്മൂത്തായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു ടെമ്പർമെൻ്റ് ഇല്ലാത്ത ഒരു സിനിമാറ്റോഗ്രാഫറിന് നമ്മുടെ എല്ലാ സിനിമാറ്റോഗ്രാഫർക്കും ഒരു ഗുരുവാണ്. അദ്ദേഹം പോയത് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ നമ്മൾ പുള്ളിയുടെ പടങ്ങൾ വഴിയാ ഓർക്കാൻ പറ്റും. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് പട്ടണം റഷീദിന്റെ അനുസ്മരണം. ഷാജി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ സിനിമകൾക്ക് അപ്പുറത്തേക്ക് ഷാജി സാറുമായിട്ടൊരു ബന്ധമുണ്ട്. ഷാജി സാറ് ഞാൻ ആദ്യം ചെയ്ത സിനിമയിൽ 1 മുതൽ 0 വരെ സിനിമയിലെ ക്യാമറമാനായിരുന്നു. അന്ന് മുതലേ എനിക്ക് സാറിനെ അറിയാം. സാറുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. സാർ പിന്നീട് സംവിധാനം ചെയ്തപ്പോഴൊക്കെ എന്നെ പല സിനിമകൾക്ക് വിളിക്കുകയും സാറിൻ്റെ ഈ അവസാന സിനിമ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല സാറുമായിട്ട് ഉള്ള പല കാര്യങ്ങളിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷനായാലും ഫിലിം ഫെസ്റ്റിവലായാലും സാർ ഇടപെട്ടിട്ടുള്ള സിനിമാ സംബന്ധിയായ എല്ലാ വിഷയങ്ങളിലും നമ്മളെ കൂടി കൂട്ടിച്ചേർക്കാനായിട്ട് സാറ് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സിനിമയുടെ പല വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ നമ്മളതിൻ്റെ മുന്നിൽ
പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു അടുപ്പം സാറുമായിട്ടുണ്ട്. ഒരു സംവിധായകൻ എന്നതിലുപരി ഒരു സിനിമയിലെ നല്ലൊരു പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അക്കാഡമി, ഞാൻ ആദ്യമായിട്ട് സിനിമ മേക്കപ്പിന് വേണ്ടിയിട്ടൊരു അക്കാഡമി തുടങ്ങുകയും ആ അക്കാഡമി ഉദ്ഘാടനം ചെയ്യാൻ സാറ് തലേ ദിവസം വന്നു ചേരുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടായി. എൻ്റെ പുസ്തകം എന്നെ പ്രേരിപ്പിക്കുകയും പുസ്തകം എഴുതി അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ പുസ്തകത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചപ്പോഴും എന്നെ ഒരുപാട് അഭിനന്ദിച്ച ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ആ സാറ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയങ്ങളിൽ സാറ് നമ്മളോടൊപ്പം ഇല്ല, നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എന്നാലും സാറിൻ്റെ സിനിമകൾ ലോകത്തെ എങ്ങനെയാണ് ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്, മലയാളത്തിന് സാറിൻ്റെ സിനിമകളിലൂടെ വാനപ്രസ്ഥം നടത്തപ്പെട്ടുള്ള സിനിമകൾ എങ്ങനെയാണ് ലോകത്തിൻ്റെ മുന്നിൽ പിറവി ഉൾപ്പെടെയുള്ള സിനിമകൾ ഐക്കോണിക്കായത്, അത് എക്കാലത്തും ഐക്കോണിക്കായിട്ട് തന്നെ ഷാജിയൻ കരുൺ എന്ന വ്യക്തിയുടെ സിനിമകളായിട്ട് തന്നെ ലോകം തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാനും അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായ നിമിഷങ്ങളായിരിക്കും. ആ നിമിഷങ്ങൾ തന്നതിന് സാറിനോട് എന്നും ഞാൻ കടപ്പാടുള്ള ഒരു എളിയ കലാകാരനായിരിക്കും. നന്ദി, നമസ്കാരം. സാറിൻ്റെ സിനിമകളിൽ ജോലി ചെയ്യുമ്പോഴേ മറ്റ് വ്യത്യസ്തമായുള്ള സിനിമകളിൽ നിന്ന് സാറിൻ്റെ ഈ മേക്കപ്പും മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും? സാറിൻ്റെ സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെയും സാറ് പ്രത്യേകമായി വരച്ചു ചേർത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുടിയ ഇഴകൾ എങ്ങനെ വേണം, കൺപോളകളെ എങ്ങനെ ചലിക്കണം, കണ്ണിൻ്റെ നിറം എന്തായിരിക്കണം, മീശയുടെ ആകൃതി എന്തായിരിക്കണം, ഇതെല്ലാം സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് വെച്ചുകൊണ്ട് സാർ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. ആ ക്രിയേഷനിലൂടെ കൂടെ ആ എക്സ്പ്രഷനുണ്ടാകുന്ന വലിയൊരു മാറ്റമുണ്ട്. ചെറിയ വരയായിരിക്കും അല്ലെങ്കിൽ ചെറിയ ഷെയ്ഡിങ് ആയിരിക്കും, അതിന് വരുന്ന വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം ആ സ്ക്രീനാകെ മുഴങ്ങി കേൾക്കുകയും ചെയ്യും. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും തൻ്റേതായ വ്യക്തിപരമായ വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ സാറ് ഇന്ന് വരെ ശ്രമിച്ചിട്ടുണ്ട്. സാറിൻ്റെ ആദ്യകാല സിനിമ മുതൽ ഈ ഒടുവിലത്തെ സിനിമ വരെയും ഓരോ ക്യാരക്ടേഴ്സും അത് നൽകുന്ന വലിയൊരു ഔട്ട്പുട്ടുണ്ട്. ആ ഔട്ട്പുട്ട് ഈ സിനിമ, മലയാള സിനിമ, ലോക സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്നാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. കുട്ടിസ്രാങ് എന്ന സിനിമയിൽ ഉൾപ്പെടെ ഷാജിയൻ കരുണിൻ്റെ നിരവധി സിനിമകൾക്ക് വസ്ത്രാലങ്കാരം നിർവഹിച്ച ഇന്ദ്രൻസ് ജയൻ. കുട്ടിസ്രാങ് എന്ന ചിത്രത്തിൻ്റെ വസ്ത്രാലങ്കാരമാണ് ഇന്ദ്രൻസ് ജയന് ദേശീയ അവാർഡ് നേടിക്കൊടുത്തത്. ഞാൻ ഷാജി സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അകലങ്ങളിൽ നിന്നും കണ്ട ഏറ്റവും വലിയ മഹാനായ ചലച്ചിത്രകാരനായിരുന്നു ഷാജിയൻ കരുൺ സാർ. അദ്ദേഹത്തെ എൻ്റെ കസിൻ ബ്രദർ ഇന്ദ്രൻ, അദ്ദേഹം ഷാജി സാറിൻ്റെ പിറവി തൊട്ട് കോസ്റ്റ്യൂം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്നെ പട്ടണം റഷീദാണ് സാറിനെ പരിചയപ്പെടുത്തുകയും സാറിൻ്റെ വസന്തത്തിൻ്റെ കനൽ വഴികൾ അഥവാ AKG എന്ന സിനിമയിൽ ആദ്യമായിട്ട് വസ്ത്രാലങ്കാരം ചെയ്യാനായിട്ട് എന്നെ സഹകരിപ്പിക്കുന്നു. അതിനെ തുടർന്ന് കുട്ടിസ്രാങ്ക് തൊട്ട് സാറിൻ്റെ ഒരു 3-4 ചിത്രങ്ങൾ വസ്ത്രാലങ്കാരം ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. അതുവരെ ഒരു 10-200 സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒരു സിനിമയ്ക്ക് പോലും ഒരു സ്റ്റേറ്റ് അവാർഡോ മറ്റ് ചെറിയ അവാർഡുകളോ പോലും കിട്ടാതിരുന്ന എനിക്ക് ഷാജി സാറിൻ്റെ കുട്ടിസ്രാങ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം പറഞ്ഞ രീതിയിൽ, കാരണം ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അതിൻ്റെ മെയിൻ കഥാപാത്രമായിരുന്ന മമ്മൂട്ടി സാറിൻ്റെ കോസ്റ്റ്യൂം നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ അത് സാറുമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷമാണ് അതിനുള്ള സാറിൻ്റെ മനസ്സിൻ്റെ രൂപകൽപ്പന അനുസരിച്ചാണ് അതിനകത്ത് വസ്ത്രാലങ്കാരം നിർവഹിക്കുകയും ആ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് എനിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നു. കുട്ടിസ്രാങ്ക് എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ കിട്ടിയ ദേശീയ അവാർഡിനെ തുടർന്ന് വീണ്ടും എനിക്ക് അടുത്ത വർഷം ദേശീയ അവാർഡ് തമിഴ് പടത്തിന് കിട്ടുകയും അതിൻ്റെ അടുത്ത വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ഈ സിനിമാ രംഗത്ത് കൊണ്ടുവന്ന എൻ്റെ കസിൻ ബ്രദറായ ഇന്ദ്രനാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, ഞാൻ ദൈവതുല്യം കാണുന്ന ഒരു മനുഷ്യനാണ് ഷാജി സാർ. അദ്ദേഹത്തിൻ്റെ വേർപാട് മറ്റുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ എന്നെ ദുഃഖിപ്പിക്കുന്നു. ഞാനതിൽ
ശരിക്കും അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർബുദബാധിതനായ അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഉദാരശിരോമണി റോഡിലുള്ള സ്വവസതിയിൽ വെച്ചാണ് അന്തരിച്ചത്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ നടന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.